രാവിലെ വീട്ടിൽ പുട്ടായിരുന്നു. അപ്പം എനിക്ക് പഴങ്കഞ്ഞി മതിയെന്ന് പറഞ്ഞ് നേരെ ഞാൻ കാന്താരിയുടെ ചോട്ടിലോട്ട് ഓടി. കാന്താരി പിച്ചി കൊണ്ട് വന്നിട്ട് പഴങ്കഞ്ഞി എടുത്ത് കുറച്ച് ഉപ്പിട്ട് പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി, കൊച്ചുള്ളി അതും കൂടെ അങ്ങോട്ട് മൂന്നാലെണ്ണം ഇട്ട് കാന്താരി ഇട്ടു. പിന്നെ ഒരു തവി തൈര് അങ്ങോട്ട് കട്ട തൈര് ഒഴിച്ചു. പിന്നെ ചക്ക വേവിച്ചതുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ ചക്ക വേവിച്ചത് ഇട്ട് പിന്നെ ഇത് ഇരുമ്പിപ്പുളി അച്ചാറ് അല്ലെങ്കിൽ പുളിഞ്ചിക്ക അച്ചാർ എന്നൊക്കെ പറയത്തില്ലേ, അതും ഇട്ട് പിന്നെ തലേന്നത്തെ മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വറുത്തരച്ച ചൂരക്കറി ഉണ്ടായിരുന്നു തലേന്നത്തെ, അതും കൂടി ഇട്ട് പിന്നെ കുറച്ച് ഉപ്പ് ആ തൈരിന്റെ മണ്ടയിൽ കൂടി ഇട്ടിട്ട് എല്ലാം കൂടെ പിന്നെ നമ്മൾ ആ ഒരു ഉള്ളി ഉണ്ടായിരുന്നല്ലോ കൊച്ചുള്ളി, അത് ഞാനൊന്ന് ചതച്ചെടുത്ത് കേട്ടോ. അപ്പം അതും കൂടെ അതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. ഉള്ളി നിർബന്ധമാണ് കേട്ടോ പഴങ്കഞ്ഞിക്ക്, ഭയങ്കര ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ എനിക്ക് കാന്താരി നിർബന്ധമാണ് കേട്ടോ. അപ്പൊ ഇതെല്ലാം കൂടി ഇട്ട് അങ്ങോട്ട് എല്ലാം കൂടി ഇട്ട് ഈ കാന്താരിയൊക്കെ ഇതിനകത്തോട്ട് ഇട്ട് തന്നെ ഞാൻ ഇങ്ങനെ കുത്തി ഉടക്കും കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആണ്. അതുപോലെ ഞാൻ ഈ മീൻ കഴിക്കുമ്പോഴേ ഞാൻ ഈ മീനും കൂടെ ചേർത്തിട്ടാണ് കഴിക്കുന്നത് കേട്ടോ, അല്ലാതെ മീൻ സെപ്പറേറ്റ് എടുത്ത് കഴിക്കത്തില്ല കേട്ടോ. എനിക്ക് അങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഉണ്ടോ? അതുപോലെ ഈ കാന്താരിയൊക്കെ ഇതുപോലെ ഞാൻ ഇങ്ങനെ കടച്ചുടച്ച് ഞാൻ പച്ചയ്ക്ക് അങ്ങനെ അങ്ങനെ തന്നെ തിന്നും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാന്താരിയൊക്കെ. അങ്ങനെ രാവിലത്തെ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. അതുപോലെ ഇനി ഇതിന്റെ കൂടെ ഉണക്കമീൻ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. പക്ഷെ മീൻ കറി ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുക്കാഞ്ഞത്. ഇങ്ങനെ രാവിലത്തെ ഫുഡ് അടിപൊളിയെ വേറെ വീഡിയോ